ഹലോ, വെൽക്കം ടു സെലക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പോളിറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്ന് ഷെഡ്യൂൾസ് എന്ന ടോപ്പിക്കാണ്. നമ്മളെന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഷെഡ്യൂൾസ്. ഇന്ത്യൻ പോളിറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്ന് തന്നെ ഷെഡ്യൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാനമായ, ഏറ്റവും ബേസിക്കായ, എന്നാൽ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷനായ ഒരു ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി ലാൻഡ് ആണെന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനെതിരായ, അതിന് ഘടകവിരുദ്ധമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ അനുവദനീയമല്ല. അത്തരം നിയമങ്ങൾ വന്നാൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പോലുള്ള ഭരണഘടനാ കോടതികൾ എന്ത് ചെയ്യും? ആ നിയമങ്ങളെ അസാധുവാക്കും. നൾ ആൻഡ് വോയിഡ് എന്ന് പറയും. എ പർട്ടിക്കുലർ ലോ വിൽ ബി ഡിക്ലെയർഡ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹെൻസ് ഇറ്റ് വിൽ ബിക്കം നൾ ആൻഡ് വോയിഡ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എനാക്റ്റഡ്. ഈ രണ്ട് വേർഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഓർ എനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ്? 26 ജാനുവരി 1950. എന്നാൽ നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്ത ആരാണ്? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി നവംബർ 26, 1949 തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ന് നമ്മൾ കാണുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരുന്നു. അതായത് അത് പ്രിപ്പയർ ചെയ്ത് ഇതാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തീരുമാനിച്ച് അതിനെ അഡോപ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിനെ എനാക്ട് ചെയ്യാൻ പിന്നെയും ഒരു 2 മാസത്തോളം സമയമെടുത്തു. അതെന്തുകൊണ്ടാണ്? അതിനൊരു കാരണം നമുക്കറിയാം. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഫ്രീഡം മൂവ്മെൻറ്റ് ഒരുപാട് പേരുടെ സാക്രിഫൈസിലൂടെയാണ് നമുക്ക് ഫ്രീഡം കിട്ടിയത്. അങ്ങനെ കിട്ടിയ ഫ്രീഡം ഫൈറ്റിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഫ്രീഡത്തിൻ്റെ ഒരു പ്രധാന നാൾവഴിയായിരുന്നു എന്ത്? ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ അവരുടെ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഡിസൈഡ് ചെയ്ത ഒരു ദിവസം, അതായത് 1929 ജാനുവരി 26 എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുകയും ഇന്ത്യയുടെ ലക്ഷ്യം, അതായത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്. അതിന് മുമ്പ് പലപ്പോഴും നമുക്ക് ഡൊമീനിയൻ സ്റ്റേറ്റസ് മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ 1929 ജാനുവരി 26 നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, അഥവാ അന്ന് ഇന്ത്യയെ പൂർണ്ണമായി റെപ്രസെൻറ്റ് ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് പറഞ്ഞു? അവരുടെ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജാണ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്. അതിന് സിംബോളിക്കായി അവരൊരു ഇൻഡിപെൻഡൻസ് ഡേയും ആചരിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് നമ്മൾ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ ജാനുവരി 26 എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്യപ്പെട്ടു. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്. നിലവിൽ വന്നത് അന്നാണ്. പക്ഷേ നവംബർ 26, 1949 എന്ത് സംഭവിച്ചിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈനലൈസ് ചെയ്ത് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അഡോപ്റ്റ് ചെയ്തത് എപ്പോഴാണ്? നവംബർ 26, 1949. എനാക്ട് ചെയ്തത് ജാനുവരി 26, 1950. എന്തുകൊണ്ടാണ് നമ്മൾ അപ്പോൾ റിപ്പബ്ലിക് ദിനമായി ജാനുവരി 26, 1950 സെലിബ്രേറ്റ് ചെയ്യുന്നത്? അന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ദാറ്റ് ഡേ. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് എ സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്. ഇന്ത്യയിൽ എന്താണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി. നിങ്ങളിപ്പം ബ്രിട്ടൻ്റെ കാര്യം എടുക്കുക. ബ്രിട്ടനിലൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അവിടുത്തെ പാർലമെൻറ്റിന് ഏത് തരത്തിൽ വേണമെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കാം. അവിടെയുള്ളത് പാർലമെൻ്ററി സുപ്രീമസിയാണ്. ബ്രിട്ടനിൽ എന്താണുള്ളത്? പാർലമെൻ്ററി സുപ്രീമസി. എന്നാൽ ഇന്ത്യയിൽ എന്താണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി. പിന്നീട് നമ്മുടെ സുപ്രീം കോടതി ത്രൂ ജുഡീഷ്യൽ റിവ്യൂ, മാത്രമല്ല ത്രൂ ദ കേശവാനന്ദ ഭാരതി ഡോക്ട്രൈൻ, വീണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. സോ വീണ്ടും പറയാണ്, ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ്? സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്. സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്. ഇന്ത്യയിൽ എന്താണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി. യു കെയിലാണെങ്കിൽ പാർലമെൻ്ററി സുപ്രീമസി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാർലമെൻ്ററി സുപ്രീമസി നിലനിൽക്കുന്നിടത്ത് കോൺസ്റ്റിറ്റ്യൂഷനെ ഏത് തരത്തിലും മാറ്റാം, പ്രൊവൈഡഡ് ദ ഗവൺമെൻറ് ഹാസ് മജോറിറ്റി ഇൻ ദ പാർലമെൻറ്റ്. പക്ഷേ ഇന്ത്യയിൽ എത്ര മജോറിറ്റി ഉണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ബേസിക് ഫീച്ചേഴ്സ് ആർക്ക് മാറ്റാൻ പറ്റില്ല? ഗവൺമെൻറ്റിന് മാറ്റാൻ പറ്റില്ല. സോ വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തിനാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടത്? നമ്മളൊരു വലിയ രാജ്യമാണ്, അല്ലേ? ഒരു കോംപ്ലക്സ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. നമുക്കറിയാം, നമ്മളൊരു സർക്കാർ ഓഫീസിൽ ഒരു ചെറിയ കാര്യത്തിന് പോയാൽ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റിന് പോയാൽ തന്നെ, അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു രാജ്യത്ത് ഭരിക്കണമെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബേസിക് ഫ്രെയിം വർക്ക്, അതായത് ഒരു ബോഡി ഉണ്ടെങ്കിൽ അതിനൊരു സ്കെൽട്ടൺ ഉണ്ടല്ലോ, ആ ഒരു സ്കെൽട്ടൺ ആണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നിന്നാണ് ഈ രാജ്യം ഭരിക്കുന്ന എൻറ്റയർ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമ്മുടെ രാജ്യത്ത് ഏത് തരം ഗവൺമെൻറ് ആണ്? വാട്ട് ഷുഡ് ബി അവർ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ? പാർലമെൻ്ററി ഫോം വേണോ? പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് വേണോ? എന്താണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയുടെ പവർ? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്? റൈറ്റ്സ് എന്താണ്? സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് എന്താണ്? ഡ്യൂട്ടീസ് എന്താണ്? നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് ആവണോ? എന്താവണം? അതെയോ നമ്മൾ ഒരു പോലീസ് സ്റ്റേറ്റ് ആവണോ? ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് ലക്കിലി അവർ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്സ് ഇന്ത്യ എ വെൽഫെയർ സ്റ്റേറ്റ് ത്രൂ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. യെസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് എ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അത് എഴുതി തയ്യാറാക്കിയ കാലത്ത് തന്നെ ഇറ്റ് വാസ് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇന്ന് പല അമെൻമെൻറ്റുകൾ വന്നു. ഓക്കെ, ഭരണഘടനാ ഭേദഗതികൾ വന്നു. ഇന്നും
എന്താണ് അന്നും ഇന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ത് വേൾഡിലെ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. റിജിഡിറ്റി എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ഭാഗങ്ങളെ മാറ്റാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ബേസിക് സ്ട്രക്ചർ നാളെ വിചാരിച്ചാൽ ഇന്ത്യന് ഡെമോക്രസി അല്ലാതാക്കാൻ പറ്റുമോ ഇല്ല, സെക്യുലറിസം അല്ലാതെ ആക്കാൻ പറ്റുമോ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എടുത്തു കളയാൻ പറ്റുമോ ഇല്ല. അത്തരം ചില കാര്യങ്ങളിൽ റിജിഡാണ്. എന്നാൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്, ഇതിലൊക്കെ മാറ്റം വരുത്താൻ എന്തിന് പറ്റും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് പറ്റും. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊരു ബ്ലെൻഡാണ്, അതൊരു മിക്സാണ് ഇതിൻ്റെ റിജിഡിറ്റിയുടെയും ഫ്ലെക്സിബിലിറ്റിയുടെയും. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങൾ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിലവിൽ വന്നു January 26, 1950. അത് എന്നെ അഡോപ്റ്റ് ചെയ്തിരുന്നു November 26, 1949. അപ്പോൾ നമ്മൾ 1929 എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ ആയി ആചരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എനാക്ട്മെൻറ്റ് നമ്മൾ 2 മാസത്തേക്കും കൂടെ നീട്ടിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഒരു നാടിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ആൻഡ് സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ അഡ്മിനിസ്ട്രേഷൻ്റെ, ഗവേർണൻസിൻ്റെ, സിറ്റിസൺസിൻ്റെ റൈറ്റ്സിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി, ഓക്കെ, പവർ ഡിസ്ട്രിബ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവർ, സെപ്പറേഷൻ ഓഫ് പവർ, ഇതെല്ലാം എവിടെയാണ് എഴുതിയിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണെന്ത് വേൾഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, അടുത്തതായി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ലിവിംഗ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. ഓക്കെ, എന്താണ് നാട്ടിലെ നിയമം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ലിവിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് കൂടെ പറയുന്നു. എന്തുകൊണ്ടാണ് ലിവിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്? കാലാകാലത്തിന് അനുസൃതമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് സംഭവിക്കുന്നു? മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒറിജിനൽ കമ്പോസിഷനും മാറ്റം സംഭവിക്കുന്നു. നമ്മൾക്ക് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ നമ്മൾക്ക് 395 ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്നതോ 448+ ആർട്ടിക്കിൾസ് ഉണ്ട്. അതേപോലെ 22 പാർട്സ് ആയിരുന്നു ഇന്ന് 25 പാർട്സ് ഉണ്ട്. 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് ഇന്ന് എത്രയാണ്? 12 ഷെഡ്യൂളുകളുണ്ട്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ ആർട്ടിക്കിൾസ് എത്രയാണ്? 395, പ്രസന്റ് 448, ഒറിജിനൽ പാർട്സ് 22, present 25, schedules originally 8 and currently 12. There have been more than 100 amendments. 100-ൽ കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നതാണെന്ത് 106ാമത് ഭരണഘടനാ ഭേദഗതി, 106 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അതുവഴി എന്താണ് 1/3 ഓഫ് ദ സീറ്റ്സ് റിസർവ്ഡ് ഇൻ പാർലമെൻറ്റ് ആസ് വെൽ ആസ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ വിമൻ. ആ നിയമത്തെ പറയുന്നത് എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് സ്റ്റിൽ ഗ്രോയിങ്. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റിൽ ഗ്രോയിങ്, ഇറ്റ് ഈസ് ബിക്കമിങ് മച്വർ ഡേ ബൈ ഡേ. ഓക്കെ, കാലത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നും എന്താണ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നു. യെസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, ഇന്ന് 12 ഷെഡ്യൂളുകളുണ്ട്. എന്താണ് ഷെഡ്യൂൾ? സിംപ്ലി പറഞ്ഞാൽ കുറച്ച് ലിസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബാക്കിലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് ലിസ്റ്റ്, അതാണ് എന്ത് ഷെഡ്യൂൾസ്. എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത്? നമ്മൾക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേൾഡിലെ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 1950 അത് നിലവിൽ വന്നപ്പോൾ തന്നെ അതിൽ 1,45,000-ൽ കൂടുതൽ വേർഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിലെന്തായിരുന്നു? 1,45,000-ൽ കൂടുതൽ വേർഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് എത്രയാണ്? 395 ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ആർട്ടിക്കിളും എന്തിനെക്കുറിച്ചാണ്? ഓരോ ആർട്ടിക്കിൾ, ഇപ്പം ആർട്ടിക്കിൾ 1 ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ ഉള്ള സ്റ്റേറ്റിൻ്റെ എല്ലാം ലിസ്റ്റ് കൊടുക്കാൻ പോയാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലുതായി പോകും. മാത്രമല്ല അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല. ഓരോ ആർട്ടിക്കിളിനും എക്സ്പ്ലനേഷൻ അതത് ആർട്ടിക്കിളിൻ്റെ അടിയിൽ കൊടുക്കാൻ പോയാൽ എന്ത് പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഷെഡ്യൂൾ ഉണ്ടാക്കിയത്. അതുപോലെ നമുക്കറിയാം ഒരു ഇന്ത്യയിൽ എന്താണ് ഫെഡറലിസം ആണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പം ഈ ഓരോ ലിസ്റ്റിൻ്റെ കീഴിലും എത്ര സബ്ജക്റ്റ് ഉണ്ട്? ഇപ്പോൾ യൂണിയൻ ലിസ്റ്റ് മാത്രം തുടക്കത്തിൽ 97, ഇന്ന് 100ഓളം സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഈ 100 സബ്ജക്റ്റും അത് പറയുന്ന ആർട്ടിക്കിളിൻ്റെ കീഴിൽ എഴുതാൻ പോയാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് സൈസ് കൂടും, പിന്നെ അതിനൊരു ക്ലാരിറ്റി വരില്ല, ക്ലട്ടറിങ് ആവും, എല്ലാം കൂടെ വലിച്ചു വാരി എഴുതി ഒരു മെന വരില്ല. അതുകൊണ്ടാണ് എന്ത് തീരുമാനിച്ചത്? നമുക്ക് ഷെഡ്യൂൾസ് ഉണ്ടാക്കി ചില കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എവിടെ കൊടുക്കാം? ഷെഡ്യൂളിൽ കൊടുക്കാമെന്ന്. ഓക്കെ, സോ ആർട്ടിക്കിൾസിലെ ഡീറ്റെയിലിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലട്ടർ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, ഇതുവഴി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആവും. പിന്നെ ഇപ്പം സത്യപ്രതിജ്ഞകളെക്കുറിച്ച്, വിവിധതരം സത്യപ്രതിജ്ഞകളെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. ഓക്കെ, 3rd ഷെഡ്യൂളിൽ പറയുന്നു. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി, മന്ത്രിമാർ, MLA, MP, സ്ഥാനാർത്ഥികൾ, ഇവരുടെ എല്ലാം സത്യപ്രതിജ്ഞയെക്കുറിച്ച് ആ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളിൻ്റെ ഇടയിൽ ഓരോരുത്തരുടെ സത്യപ്രതിജ്ഞ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഷെഡ്യൂൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ഭാഗത്തു നിന്ന് കടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ കടമെടുത്ത് എവിടെ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന നിയമമാണെന്ത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്
1935. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്തുണ്ടായിരുന്നു? ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു വലിയ നിയമമായിരുന്നു. ഓക്കെ, അതിൽ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഷെഡ്യൂളിനെ ഉൾക്കൊള്ളിച്ചാലില്ല ഗുണം. ഓക്കെ, ഇനി നമ്മൾ സ്പെസിഫിക്കലി പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചോ പാർട്സിനെ കുറിച്ചോ അല്ല, ഷെഡ്യൂളിനെ കുറിച്ചാണ്. ഒറിജിനലി എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? 8 ഷെഡ്യൂൾ. ഇന്ന് എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂളുകളുടെ എണ്ണം എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ എന്ത് ആഡ് ചെയ്യാം? ഷെഡ്യൂൾസ് ആഡ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ എന്ത് ആഡ് ചെയ്യാം? ഷെഡ്യൂൾസ് ആഡ് ചെയ്യാം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യാവോ? ആർട്ടിക്കിൾസ് ആഡ് ചെയ്യാം. പാർട്സ് വർദ്ധിപ്പിക്കാവോ? പാർട്സ് വർദ്ധിപ്പിക്കാം. ഷെഡ്യൂൾസ് ആഡ് ചെയ്യാവോ? ഷെഡ്യൂൾസ് ആഡ് ചെയ്യാം. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് 12 ഷെഡ്യൂളിലെ ഫസ്റ്റ് ഷെഡ്യൂൾ കാണാം. നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. അതിനകത്ത് ആർട്ടിക്കിൾ 1 to 4, ഷെഡ്യൂൾ 1-ൽ പറയുന്ന എന്തിനെക്കുറിച്ചാണ്? ആർട്ടിക്കിൾ 1 to 4 ബന്ധപ്പെട്ട ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളാണെന്ത്? ഫസ്റ്റ് ഷെഡ്യൂൾ. ആർട്ടിക്കിൾ 1 എന്താണ്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. അപ്പം ആ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണെന്ന് വിവരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ഷെഡ്യൂളിൽ. അതേപോലെ യൂണിയൻ ടെറിട്ടറി നമുക്കറിയാം. ഇന്ത്യയിൽ എന്തുണ്ട്? സ്റ്റേറ്റ്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറി ഉണ്ട്. യൂണിയൻ ടെറിട്ടറി വിത്ത് എ ലെജിസ്ലേച്ചറും വിത്തൗട്ട് എ ലെജിസ്ലേച്ചറും. ഓക്കെ, ഇത് രണ്ടും ഉണ്ട് നമുക്കറിയാമല്ലോ. അപ്പം ഏതൊക്കെയാണ് ഇന്ത്യയിലെ സ്റ്റേറ്റ്സ്, ഏതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറി, അത് എവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു? ഫസ്റ്റ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ചില അമെൻമെൻറ്റിലൂടെ ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. നമുക്കറിയാം ഇന്ത്യ ഈസ് എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ. ഓക്കെ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ്സോ ഡിസ്ട്രക്റ്റബിൾ ആണ്. ഒരു സ്റ്റേറ്റിനെ പിളർന്ന് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ആക്കാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് എന്താണ്? നിങ്ങളുടെ UP അതിനെ പിളർന്ന് ഉത്തരാഖണ്ഡ് ആക്കി, ആന്ധ്രാപ്രദേശിനെ പിളർന്ന് തെലങ്കാനയാക്കി. ഓക്കെ, അല്ലെങ്കിൽ റീസെൻ്റ്ലി സംഭവിച്ചെന്താണ്? ആദ്യമായിട്ടാണെങ്കിലും ഒരു സ്റ്റേറ്റിനെ പിളർന്ന് 2 യൂണിയൻ ടെറിട്ടറി ആക്കി. ജമ്മു ആൻഡ് കാശ്മീരിനെ എന്താണ്? യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ വിത്ത് എ ലെജിസ്ലേച്ചറും യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് വിത്തൗട്ട് എ ലെജിസ്ലേച്ചറും ആക്കി. ഓക്കെ, സോ എന്താണ്? ഇന്ത്യ ഈസ് എ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഓക്കെ, അത് പൊതുവെ ഇന്ത്യയെക്കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇതിലെ സ്റ്റേറ്റ്സ് എന്താണ്, യൂണിയൻ ടെറിട്ടറി എന്താണെന്നൊക്കെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന 1950-ൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു? 14 സ്റ്റേറ്റ്സും 6 യൂണിയൻ ടെറിട്ടറീസും. അന്ന് സ്റ്റേറ്റ്സുകളെ ക്ലാസിഫൈ ചെയ്തത് ABCD എന്ന ക്ലാസിഫിക്കേഷനിൽ ആയിരുന്നു. പിന്നീട് നമുക്കറിയാം ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റേറ്റ്സ് വേണമെന്ന് പറഞ്ഞ് ആന്ധ്രാപ്രദേശിലും മറ്റു പല സ്ഥലത്തും മൂവ്മെൻറ്റ്സ് വന്നു. 1956-ൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വന്നു. ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന് ശേഷം സ്റ്റേറ്റ്സിനെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം നവംബർ 1-ന് നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുന്നു. കേരളം എന്താണ്? മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കേരളം എന്നൊരു നാട്, തമിഴ് സംസാരിക്കുന്നവർക്ക് വേണ്ടി തമിഴ്നാട്, കന്നഡ സംസാരിക്കുന്നവർക്ക് വേണ്ടി കർണാടക. ഓക്കെ, അങ്ങനെ വന്നതാണെന്ത്? ഈ ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റേറ്റ്സ്. ഓക്കെ, അത് 1956-ൽ. പിന്നീട് 2014-ൽ എന്തായി? തെലങ്കാന ആദ്യമായി എന്താണ്? ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആന്ധ്രാപ്രദേശ് തന്നെ എന്താണ്? പിന്നീട് ഡിവൈഡ് ചെയ്ത് ആന്ധ്രാപ്രദേശും തെലങ്കാനയുമായി. അന്ന് നമുക്ക് 29 സ്റ്റേറ്റ്സ് ആയി. 7 യൂണിയൻ ടെറിട്ടറീസും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നോക്കിയാൽ ഒരു സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീരിനെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് 2 യൂണിയൻ ടെറിട്ടറി ആക്കി. യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു വിത്ത് എ ലെജിസ്ലേച്ചർ ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് വിത്തൗട്ട് എ ലെജിസ്ലേച്ചർ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? യൂണിയൻ ടെറിട്ടറി ആയിരുന്ന ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും ദാമൻ ആൻഡ് ദ്യൂവിനെ മെർജ് ചെയ്ത് ഒറ്റ യൂണിയൻ ടെറിട്ടറി ആക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്താണ്? 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസിൻ്റെയും പേരുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ. നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ചില ഓഫീസസ് ഉണ്ട്. ആ പ്രധാനപ്പെട്ട ഓഫീസസ് വളരെ റെസ്പോൺസിബിളായി, വളരെ ഇൻഡിപെൻഡൻ്റ് ആയി ചില ഡിസിഷൻസ് എടുക്കണം. അപ്പോൾ അവരുടെ ഇൻഡിപെൻഡൻസ്, ഓക്കെ, അവരുടെ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അവരുടെ ഓഫീസിൻ്റെ ഡിഗ്നിറ്റി അത് ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ് എന്ത്? അവർക്കുള്ള സാലറിയും അവർക്കുള്ള പെർക്സും എമോലുമെൻസും എന്താണ്? ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ. ഇപ്പോൾ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമം ഭരണഘടനയ്ക്കെതിരാണ്. അത് പ്രസിഡന്റോ ഗവർണറോ ഒപ്പിട്ടില്ലെങ്കിൽ എന്താവില്ല? നിയമമാവില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ഗവർണറുടെ ശമ്പളം വെട്ടിച്ചുരുക്കി അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവരെ കൊണ്ട് എന്തെങ്കിലും ഒപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? പ്രസിഡന്റിൻ്റെ ആവട്ടെ, ഗവർണറിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ആവട്ടെ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ ആവട്ടെ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ആവട്ടെ, ശമ്പളം എന്തായിരിക്കണമെന്ന് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. അവർ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയി ഡിസിഷൻ എടുക്കേണ്ടവരാണ്. അപ്പം അവർക്ക് എന്താണ്? അവരുടെ സാലറി, ഓക്കെ, അവരുടെ സാലറി ഇപ്പോൾ പ്രസിഡന്റിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? അവരെ പുറത്താക്കണമെങ്കിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജികളെ പുറത്താക്കണമെങ്കിൽ അതിന് വേറെ സെപ്പറേറ്റ് ഒരു പ്രൊസീജിയർ ഉണ്ട്. യെസ്, അപ്പോൾ ഈ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊടുക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട ഓഫീസിൽ ഇൻഡിപെൻഡൻ്റ് ആയി ഡിസിഷൻ എടുക്കേണ്ടവർ എന്ത് ചെയ്യുക? ഒരു തരത്തിലും ഗവൺമെൻറ്റിൻ്റെ പ്രഷറിൽ വരാതിരിക്കാൻ അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊടുക്കുക. അതുപോലെ അവരുടെ ഡ്യൂട്ടിക്ക് എന്താണ്? ഓഫീസിന് എന്താണ്? ഡിഗ്നിറ്റി കൊടുക്കുക. ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ അവർ സർക്കാരിനോട് ചോദിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. ഓക്കെ,
അതുപോലെ എന്താണ് ഫിനാൻഷ്യൽ പ്രഷറിലൂടെ ഇവരുടെ ഡിസിഷനെ, ഇപ്പം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യും, അതിൻ്റെ റിപ്പോർട്ട് പാർലമെൻറ്റിനും പ്രസിഡന്റിൻ്റെയും മുമ്പിൽ വെക്കുന്ന ആളാണ് CAG. അപ്പോൾ CAGയുടെ ശമ്പളം വെട്ടിച്ചുരുക്കുമെന്ന് പേടിപ്പിച്ച് CAGയെ കൊണ്ട് സർക്കാരിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരാതിരിക്കാനാണ് ചില പർട്ടിക്കുലർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഓഫീസസിൻ്റെ സാലറി ആൻഡ് എമോളുമെൻറ്റ്സ് എന്തായിരിക്കണമെന്നും അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്തായിരിക്കണമെന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നത്. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓർ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ സർക്കാരിന് കിട്ടുന്ന റവന്യൂ, സർക്കാർ എടുക്കുന്ന ലോൺ, സർക്കാർ ആർക്കെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ലോൺ എമൗണ്ട്, അതെല്ലാം പോകുന്ന എങ്ങോട്ടാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഓരോ നയാ പൈസ എടുക്കണമെങ്കിലും പാർലമെൻറ്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ എന്ത് ചെയ്യണം? വോട്ടിംഗ് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ബജറ്റിലൊക്കെ വോട്ടിംഗ് ചെയ്യണം. പക്ഷേ അത് വോട്ടഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസിഡന്റിന്റെ സാലറി അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ സാലറി, ഹൈക്കോർട്ട് ജഡ്ജസ്, റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജസിന്റെ പെൻഷൻ, ദേ ആർ ഓൾ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ്ഡ് ആണ്, വോട്ടിങ്ങിന്റെ ആവശ്യമില്ല. അവരുടെ ശമ്പളം എവിടെ നിന്ന് എടുക്കാം? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഗവർണറിന്റെ അല്ലെങ്കിൽ സിറ്റിംഗ് ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ ആണെങ്കിലോ അത് അതത് സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ CAGയുടെ ആണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കാം. അതായത് എന്താണ്? അവരുടെ ശമ്പളം ഫിക്സ്ഡ് ആണ്, അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കാം. സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വോട്ട് ചെയ്തിട്ട് അത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, എന്ന് വെച്ച് ജഡ്ജിമാരുടെ സാലറി 1950 ഫിക്സ് ചെയ്തതാണോ? അല്ല, കാലാകാലം അനുസരിച്ച് സാലറി റിവൈസ് ചെയ്യാം. പക്ഷേ അത് അവരുടെ ഡിസഡ്വാൻറ്റേജിന് ആവരുത്. അതായത് ഒരിക്കലും സാലറി കുറയ്ക്കാൻ പറ്റില്ല ഗവൺമെൻറ്റിന്. സെപ്പറേറ്റ് ആക്ടിലൂടെ കാലാകാലത്തിനനുസരിച്ച് സാലറി കൂട്ടാം, ശമ്പളം കൂട്ടാം. ഇതുവഴി എന്താണ്? ഒരു ഇൻഡിപെൻഡൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർക്കും ഹൈക്കോടതി ജഡ്ജിമാർക്കും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ആണെങ്കിൽ എന്താണ് പറയുന്നത്? സർക്കാരിന് ഒരിക്കലും അവരുടെ ശമ്പളം കുറയ്ക്കാൻ പറ്റില്ല. സർക്കാരിന് ഒരിക്കലും വോട്ട് ചെയ്യാനോ അവരുടെ ശമ്പളം കുറയ്ക്കാനോ പറ്റില്ല. യെസ്, സോ സെക്കൻഡ് ഷെഡ്യൂൾ മൊത്തത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻസ്, ചില അതോറിറ്റീസിൻ്റെ, ചില പവർഫുൾ ആയിട്ടുള്ള അതോറിറ്റീസിൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യുന്നു. അതുവഴി അവർ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കുമെന്ന് ഉറപ്പുവരുത്തുന്നു. അടുത്താണ് തേർഡ് ഷെഡ്യൂൾ, ഓത്ത് ആൻഡ് അഫർമേഷൻ. ആദ്യമായി ഓത്തും അഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുത്താൽ അത് ഓത്ത്, ദൈവനാമത്തിൽ അല്ലെങ്കിൽ അത് അഫർമേഷൻ. ഓക്കെ, ഇതിൽ തേർഡ് ഷെഡ്യൂളിൽ ഒരുപാട് തരത്തിലുള്ള ഓത്ത്, സത്യപ്രതിജ്ഞകളെ കുറിച്ച് പറയുന്നു. അതിലൊന്നാണെന്ത്? ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് സീക്രസി. നിങ്ങളിപ്പോൾ മന്ത്രിമാരുടെ, അത് കേന്ദ്രമന്ത്രി ആവട്ടെ സംസ്ഥാന മന്ത്രിമാരാവട്ടെ, അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ 2 തരം സത്യപ്രതിജ്ഞ കാണും. ഒന്ന് ഓത്ത് ഓഫ് ഓഫീസ്, മറ്റത് ഓത്ത് ഓഫ് സീക്രസി. രഹസ്യം ആരുമായി പങ്കുവെക്കില്ല. അവരെ മിനിസ്റ്റേഴ്സ് എന്ന വെർച്വൽ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും, അത് മറ്റാരുമായി പങ്കുവെക്കില്ല അൺലസ് അതൊരു ഒഫീഷ്യൽ ആവശ്യത്തിനാണെങ്കിൽ എന്ന് പറയുന്നതാണ് ഓത്ത് ഓഫ് ഓഫീസ്. ആൻഡ് സെക്കൻഡ് വൺ ഓത്ത് ഓഫ് സീക്രസി, പർട്ടിക്കുലർലി ഓത്ത് ഓഫ് സീക്രസി. അതേപോലെ നമ്മുടെ നാട്ടിൽ MLA അല്ലെങ്കിൽ MP ആയിട്ട് മത്സരിക്കുന്നവർ എന്ത് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷൻ അധികാരപ്പെടുത്തിയ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ അവരൊരു സത്യപ്രതിജ്ഞ ചെയ്യണം. അതും ഇവിടെ പറയുന്നു, തേർഡ് ഷെഡ്യൂളിൽ പറയുന്നു. ഇൻ കേസ് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച MP-മാരും MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യണം. ആ സത്യപ്രതിജ്ഞയും എന്തായിരിക്കണമെന്ന് തേർഡ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. അതേപോലെ ജഡ്ജസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC മെമ്പർ, ഇവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി പ്രവർത്തിക്കേണ്ടവരാണ്. ഇവരുടെ ഓത്ത്, അതായത് ദൈവനാമത്തിൽ ചെല്ലുകയാണെങ്കിൽ ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ, അതെന്തായിരിക്കണമെന്ന് എവിടെ പറയുന്നുണ്ട്? തേർഡ് ഷെഡ്യൂളിൽ പറയുന്നു. ഓക്കെ, ഇവിടെ ഓരോരുത്തരും എന്താണ്? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിലെ മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിനിസ്റ്റേഴ്സ്, MP-മാർ, MLA-മാർ, ജഡ്ജസ്, ഓക്കെ, PSC, അത് യൂണിയൻ PSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെയും ഇവരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളും. യെസ്, അപ്പോൾ തേർഡ് ഷെഡ്യൂളിൽ ആരുടെയൊക്കെയാണ് സത്യവാചകം അല്ലെങ്കിൽ ഓത്ത് ആൻഡ് അഫർമേഷൻ കൊടുത്തിട്ടുള്ളതെന്ന് ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. യെസ്, ഇനി 2 തരം ഓത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്ത്? ഓത്ത് ഓഫ് ഓഫീസും അതേപോലെ ഓത്ത് ഓഫ് സീക്രസി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഏതെങ്കിലും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ എടുത്ത് കാണുക, ഇതുവരെ കാണാത്തവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, 4ാമത്തെ ഷെഡ്യൂൾ, ഫോർത്ത് ഷെഡ്യൂൾ എന്താണ്? നമുക്കറിയാം നമ്മുടെ പാർലമെന്റിൽ 2 ഹൗസ് ഉണ്ട്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭ എന്താണ്? കൗൺസിൽ ഓഫ് അല്ല, ലോക്സഭ എന്താണ്? പീപ്പിൾസ് ഹൗസ് അല്ലേ? രാജ്യസഭയാണ് എന്ത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. രാജ്യസഭയിൽ ഓരോ സ്റ്റേറ്റിനും നിശ്ചിതമായ സീറ്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും നിശ്ചിതമായ സീറ്റ് രാജ്യസഭയിൽ എത്രയാണെന്ന് പറയുന്നത് എവിടെയാണ്? ഫോർത്ത് ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ പാർലമെന്റിന് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പാർലമെന്റിന് 2 സഭകളുണ്ട്, 2 സഭകളുണ്ട്, ലോക്സഭ, രാജ്യസഭ. ലോക്സഭയിലേക്ക് ഡയറക്റ്റ് ഇലക്ഷൻ നടത്തി MP-മാരെ തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭയിലോട്ടോ സ്റ്റേറ്റുകളിലെ, അതായത് സ്റ്റേറ്റുകളും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ യൂണിയൻ ടെറിട്ടറിയിലെയും MLA-മാരാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭ MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെറിട്ടറിയിലെയും രാജ്യസഭാ സീറ്റുകൾ എത്ര എന്ന് എവിടെ പറയുന്നു? നമ്മുടെ ഫോർത്ത് ഷെഡ്യൂളിൽ പറയുന്നു. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി, ഇപ്പം നമുക്കറിയാം ഉത്തർപ്രദേശിൽ 31 ഉണ്ട്. ലോക്സഭാ സീറ്റ് പോലെ തന്നെ രാജ്യസഭാ സീറ്റും എങ്ങനെയാണ്? പ്രൈമറിലി പോപ്പുലേഷൻ്റെ ബേസിസിലാണ്. എന്നാലും ഓരോ സ്റ്റേറ്റിനും ഒരു മിനിമം നമ്പർ ഉണ്ട് എന്നും കൂടെ ഉറപ്പുവരുത്തപ്പെടുന്നു. എന്തിനാണ്? ഫെഡറൽ ബാലൻസ് കൊണ്ടുവരാൻ. ഈ രാജ്യസഭ എന്ന ഹൗസ് തന്നെ ഫെഡറൽ ബാലൻസിനാണ്. അതായത് ഏതെങ്കിലും ഒരു സർക്കാരിന് സെൻട്രൽ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ബ്രൂട്ടൽ മജോറിറ്റി കിട്ടിയാൽ അവർക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥ വരാതിരിക്കാനാണ് എന്ത്? രാജ്യസഭ എന്ന് പറയുന്ന ഹൗസ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ രാജ്യസഭയിൽ തന്നെ ഓരോ സ്റ്റേറ്റിനും
ഒരു മിനിമം വോയിസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് എന്ത് പ്രൈമറിലി പോപ്പുലേഷൻ ബേസ്ഡ് ആണെങ്കിലും ചില സ്റ്റേറ്റുകൾക്ക് ഒരു മിനിമം റെപ്രസെൻറ്റേഷൻ ഇത്ര എന്ന് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിന് എത്രയാണ് 9 രാജ്യസഭാ മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, മൊത്തം രാജ്യസഭയിൽ എത്രയുണ്ട് 245 മെമ്പേഴ്സ് ആണ്. ഇതിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് എത്രയാണ് 233. അപ്പോൾ ബാക്കി 12 പേരാണ് ആരാണ് അവരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തതാണ്. ഇനി ഫിഫ്ത്ത് ഷെഡ്യൂൾ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. എന്തിൻ്റെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾക്കറിയാം നമ്മളുടെ രാജ്യത്ത് ഒരുപാട് പ്രദേശത്ത് ട്രൈബൽസ് അധിവസിക്കുന്നുണ്ട്. അതിൽ ചില പ്രദേശത്ത് അവരുടെ നമ്പർ കൂടുതലാണ്, ആ പ്രദേശം അണ്ടർ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിനും ട്രൈബൽസിൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് എന്ത് ഫിഫ്ത്ത് ഷെഡ്യൂൾ. ആർട്ടിക്കിൾ എന്താണ് 244(1). ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ഫിഫ്ത്ത് ഷെഡ്യൂളിൽ ഏത് ഏരിയാസിനെ കുറിച്ച് പറയുന്നു? ചില ട്രൈബൽ ഏരിയാസ് നോൺ നോർത്ത് ഈസ്റ്റ്, ഓക്കെ, നോൺ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ട്രൈബൽ ഏരിയാസിനെ കുറിച്ച് പറയുന്നു. ആ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളും എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു. ഇതിന് കാരണം എന്താ നമ്മൾക്കറിയാം, ആദിവാസികൾ പരമ്പരാഗതമായി ചൂഷണം ചെയ്യപ്പെടുന്നവരാണ് ആദിവാസികൾ. അവരുടെ ലാൻഡ് അവർക്ക് സീക്രട്ടാണ്. പലപ്പോഴും അവരുടെ ലാൻഡ് ഫോറസ്റ്റ് ആയതുകൊണ്ടും മിനറൽ റിച്ച് ആയതുകൊണ്ടും അവരിൽ നിന്ന് തട്ടിയെടുക്കപ്പെടുന്നു. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ ലാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നീ ഒബ്ജക്റ്റീവോട് കൂടിയാണ് എന്ത് ഫിഫ്ത്ത് ഷെഡ്യൂളിൽ ചില ഏരിയാസിനെ ട്രൈബൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഫിഫ്ത്ത് ഷെഡ്യൂളിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ. എന്താണ് ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ? ഓക്കെ, ഇനി ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ കൂടാതെ എന്തൊക്കെയാണ് ഫിഫ്ത്ത് ഷെഡ്യൂൾ ഏരിയയുടെ ഇമ്പോർട്ടൻറ്റ്? ഫിഫ്ത്ത് ഷെഡ്യൂൾ ഏരിയയിൽ ഗവർണർക്ക് കുറച്ച് എക്സ്ട്രാ പവർ ഉണ്ട്. അതായത് പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കിയ ഒരു നിയമം, സാധാരണഗതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഒരു നിയമസഭ ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ സ്റ്റേറ്റിൽ എല്ലായിടത്തും അത് ബാധകമാണ്. പക്ഷേ ഒരു ഏരിയ ഷെഡ്യൂൾഡ് ഏരിയ ആണെങ്കിൽ പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കിയ നിയമങ്ങൾ ആ ഷെഡ്യൂൾഡ് ഏരിയാസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേണ്ട മോഡിഫിക്കേഷൻ വരുത്താനോ അല്ലെങ്കിൽ ആ നിയമങ്ങളെ മൊത്തത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യാനോ ആർക്ക് അധികാരമുണ്ട്? ആ സ്റ്റേറ്റിലെ ഗവർണർക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ഏരിയാസ്, ഓക്കെ, ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസ് ഇൻ നോൺ നോർത്ത് ഈസ്റ്റ് ഏരിയ വിച്ച് കംസ് അണ്ടർ ദ ഫിഫ്ത്ത് ഷെഡ്യൂൾ, അവിടെ എന്തുണ്ട്? ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ ഉണ്ട്. ഓക്കെ, ഫിഫ്ത്ത് ഷെഡ്യൂൾ ഏരിയയിൽ എന്തുണ്ട്? ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ ഉണ്ട്. ഈ ട്രൈബൽ അഡ്വൈസറി കൗൺസിലിൻ്റെ കമ്പോസിഷൻ എങ്ങനെയാണ്? 20 മെമ്പേഴ്സാണ്. അതിൽ 3/4 ആരായിരിക്കണം? ആ സ്റ്റേറ്റിൽ നിന്ന് ജയിച്ചു വന്ന ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയിലെ MLA മാരായിരിക്കണം. 20-ൽ 3/4 ആരായിരിക്കണം? ഷെഡ്യൂൾഡ് ട്രൈബ് MLAs. എവിടുന്ന്? ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. അതേപോലെ ഫിഫ്ത്ത് ഷെഡ്യൂളിൽ പെടുന്ന ഏരിയയിൽ പ്രസിഡന്റിനും ചില പവർ ഉണ്ട്. ആക്ച്വലി പ്രസിഡന്റിന് നോർത്ത് ഈസ്റ്റ്, അതായത് നോർത്ത് ഈസ്റ്റിലെ ചില സ്റ്റേറ്റുകൾ ഒഴികെ ബാക്കി എവിടെ വേണമെങ്കിലും ഇന്ത്യയിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏത് പ്രദേശത്തെയും എന്താക്കാം? ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കാം. പ്രഖ്യാപിച്ച ഏരിയയുടെ സൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അതിനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അടുത്തത് സെൻട്രൽ ഗവൺമെന്റിനും ഇത്തരം ഏരിയകളിൽ ചില പ്രത്യേക അധികാരങ്ങളുണ്ട്, ചില വിശേഷ അധികാരങ്ങളുണ്ട്. യൂണിയൻ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം. എന്തിന്? ഷെഡ്യൂൾഡ് ഏരിയാസിലെ ട്രൈബൽസിൻ്റെ വെൽഫെയറിന് വേണ്ടി ആ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്ന് ഉള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ യൂണിയൻ ഗവൺമെൻറ്റിന് കൊടുക്കാം. അടുത്തതായി പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ്. നിങ്ങൾക്കറിയാം പഞ്ചായത്തി രാജ് ആക്ട് ഷെഡ്യൂൾഡ് ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇതെന്താണ് ചെയ്യുന്നത്? ഇതും പഞ്ചായത്തുകളെ, ഷെഡ്യൂൾഡ് ഏരിയയിലെ പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്താനും ലാൻഡ് ഏലിനേഷൻ അവോയ്ഡ് ചെയ്യാനുമാണ്. ഉദാഹരണത്തിന് അവിടെ പലപ്പോഴും ഗ്രാമസഭകൾക്ക് എന്താണ് ഏത് തരം ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അവിടെ വേണം, ഏത് തരം ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അവിടെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആര് കൊടുക്കുന്നു? പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ്. ഇതൊക്കെ ഫിഫ്ത്ത് ഷെഡ്യൂൾ ഏരിയകളുടെ പ്രത്യേകതയാണ്. ഓക്കെ, ഫിഫ്ത്ത് ഷെഡ്യൂൾ ഏരിയ നിങ്ങൾ ഓർക്കുക നോൺ നോർത്ത് ഈസ്റ്റേൺ റീജിയണിലെ സ്റ്റേറ്റ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി ഏതൊക്കെ സ്റ്റേറ്റുകളെയാണ് ഫിഫ്ത്ത് ഷെഡ്യൂളിലെ ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഗൈഡ് ലൈൻ ആര് തരുന്നു? 1960 വന്ന ദെബാർ കമ്മീഷൻ പറയുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കണമെങ്കിൽ ആ സ്ഥലത്ത് സിഗ്നിഫിക്കൻ്റ്ലി നല്ല നമ്പറിൽ ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം. ഒരു കോമ്പാക്ട് ആൻഡ് റീസണബിൾ സൈസ് ആയിരിക്കണം. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൻ്റെ പകുതി അങ്ങ് ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതൊരു റീസണബിൾ ഏരിയ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആ ഏരിയ നമ്മൾ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഏരിയ കമ്പയർഡ് ടു നിയർ ബൈ ഏരിയ എന്തായിരിക്കണം? അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കണം ഇക്കണോമിക്കലി. പിന്നെ അവിടെയുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ, ഇപ്പോൾ ട്രൈബൽസ് ആണെങ്കിൽ അവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കസ്റ്റം, സോഷ്യൽ പ്രാക്ടീസ് അതൊക്കെ നിലനിൽക്കണം. ഇനി ഇന്ന് ഇന്ത്യയിൽ 10 സ്റ്റേറ്റിലാണ് ഷെഡ്യൂൾഡ് ഏരിയാസ് നിലനിൽക്കുന്നത്. 10 സ്റ്റേറ്റിലെ ചില ഏരിയാസ്, അത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് നിങ്ങൾ നോക്കുക. 10 എണ്ണമേ ഉള്ളൂ. 10 എണ്ണം ഉള്ളതുകൊണ്ട് എന്താണ് എക്സാമിന് ഇനി സിക്സ്ത് ഷെഡ്യൂൾ. ഈ സിക്സ്ത് ഷെഡ്യൂൾ നമ്മൾ റീസെൻ്റ്ലി വാർത്തയിൽ കേട്ടിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ വാർത്തയിൽ കേട്ടെ? ലഡാക്ക് പ്രൊട്ടസ്റ്റ്. നമുക്കറിയാം ലഡാക്കിനെ ഒരു യൂണിയൻ ടെറിട്ടറി വിത്തൗട്ട് ലെജിസ്ലേച്ചർ ആക്കി. ഇപ്പോൾ അവരുടെ ആവശ്യം എന്താണ്? ലഡാക്കിന് ഒരു സ്റ്റേറ്റ്ഹുഡ് വേണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ആവശ്യമാണ്. രണ്ടാമത്തെ എന്താണ്? ലഡാക്കിന് എന്ത് ചെയ്യുക? സിക്സ്ത് ഷെഡ്യൂളിൽ പെടുത്തുക. സിക്സ്ത് ഷെഡ്യൂൾ പെടുത്താനെന്ന് ലഡാക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? സിക്സ്ത് ഷെഡ്യൂൾ പെടുത്തിയാൽ ലഡാക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 244 ക്ലോസ് 2 ആൻഡ് ആർട്ടിക്കിൾ 275 ക്ലോസ് 1 ആണ് എന്ത്? സിക്സ്ത് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഈ സിക്സ്ത് ഷെഡ്യൂളിൽ ചില ഏരിയാസിന് പറയുന്നു, അതായത് അസം, മേഘാലയ, ത്രിപുര, മിസോറാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ATM സ്ക്വയർ എന്ന് പറയാം. അസം, ത്രിപുര, മേഘാലയ, മിസോറാം.
ഓക്കെ, ഈ സ്റ്റേറ്റ് ഇതെല്ലാം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് അല്ലേ? ഈ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് 6th ഷെഡ്യൂളിൽ പറയുന്നത്. ഈ 6th ഷെഡ്യൂളിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രൊട്ടക്ട് ട്രൈബൽ ഓട്ടോണമി. ഓക്കെ, നമുക്കറിയാം നോർത്ത് ഈസ്റ്റിൽ പ്രിഡോമിനൻ്റ്ലി, അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എടുത്താൽ ചിലപ്പോൾ അതിൻ്റെ 90% ആൾക്കാർ വരെ ഒരു ട്രൈബൽ ഗ്രൂപ്പിൽ പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ട്രൈബൽസ് ആവും, വിവിധതരം ട്രൈബൽ ഗ്രൂപ്പ്സിൽ പെട്ടവരാകാം. അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റിന് അവരുടെ ട്രൈബൽസിൻ്റെ ഓട്ടോണമി, അവർക്ക് അവരുടേതായ ട്രഡീഷണൽ കസ്റ്റംസ് ഉണ്ട്. ഓക്കെ, അവർക്ക് അവരുടേതായ ട്രഡീഷണൽ ഗവർണൻസ് രീതികളുണ്ട്, ചിലപ്പോൾ അവർക്ക് അവരുടെ നിയമവ്യവസ്ഥകളുണ്ട്. ഓക്കെ, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ട്രഡീഷണൽ ഗവർണൻസ്, ചിലപ്പോൾ അവർക്ക് എന്താണ് ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ സിനിമയിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്, എന്താണ് അവർക്കൊരു മൂപ്പൻ പോലെ ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം തീരുമാനിക്കും, അല്ലെങ്കിൽ അവരൊരു സഭ കൂടി തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ പ്രാക്ടീസുകളെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ റീജിയണിൽ എന്താണ് 5th ഷെഡ്യൂൾ? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയ അസാം, ത്രിപുര, മേഘാലയ, മിസോറാം, അവിടെയുള്ള ഷെഡ്യൂൾഡ് ഏരിയാസ് എന്തിൽ വരുന്നു? 6th ഷെഡ്യൂളിൽ വരുന്നു. ഇനി 5th and 6th ഷെഡ്യൂൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ 6th ഷെഡ്യൂൾ നിലനിൽക്കുന്നത്, ഇപ്പം 4 സ്റ്റേറ്റുകളുടെ പേര് പറഞ്ഞു, ആ എൻറ്റയർ സ്റ്റേറ്റിലില്ല. ഓക്കെ, ആ സ്റ്റേറ്റിൻ്റെ ചില ഭാഗത്താണ്. അങ്ങനെ നിലനിൽക്കുന്നിടത്ത് എന്തുണ്ടാവും? ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ടാവും. ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ അസാമിലാണെങ്കിൽ കർബി ആംഗ്ലോങ്ങിലുണ്ട്. മേഘാലയയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന 3 ഹിൽസ് ആണ് എന്ത്? കാസി, ജൈന്തിയ, ഗാരോ ഹിൽസ്. ത്രിപുരയിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. മിസോറാമിലോ 3 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓർക്കുക. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം, 5th ഷെഡ്യൂൾ ഏരിയയും 6th ഷെഡ്യൂൾ ഏരിയയും. 6th ഷെഡ്യൂൾ എവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, അതിൽ തന്നെ അസാം, ത്രിപുര, മേഘാലയ, മിസോറാം. 5th ഷെഡ്യൂൾ എവിടെയാണ്? സെൻട്രൽ ഇന്ത്യ, പെനിൻസുലാർ ഇന്ത്യ. ഓക്കെ, മെയിൻലി അതായത് ഇന്ത്യയുടെ മെയിൻ ലാൻഡിലാണ്. നിങ്ങൾ എത്ര ഓർത്താൽ മതി? മെയിൻ ലാൻഡിൽ. എത്ര സ്റ്റേറ്റ് ഉണ്ട് 5th ഷെഡ്യൂളിൽ? 10 സ്റ്റേറ്റ്. 6th ഷെഡ്യൂളിലോ 4 സ്റ്റേറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം, ഗവർണർക്ക് ഒരുപാട് പവർ ഉണ്ട് 5th ഷെഡ്യൂളിൽ. ഓക്കെ, സെൻട്രൽ പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്ത നിയമങ്ങളെ മോഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാൻ, ആ ഷെഡ്യൂൾഡ് ഏരിയാസിൽ അതിൻ്റെ അപ്ലിക്കേഷൻ വേണ്ടാന്ന് വെക്കാനൊക്കെ ഗവർണർക്ക് അധികാരമുണ്ട്. 5th ഷെഡ്യൂളിൽ എന്താണ്? ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ. ഓർത്തിരിക്കേണ്ടത് 20 മെമ്പേഴ്സ് ആണുള്ളത്. 3/4 എന്തായിരിക്കണം? ഷെഡ്യൂൾ ട്രൈബിൽ നിന്നുള്ള MLA മാരായിരിക്കണം. അതേസമയം 6th ഷെഡ്യൂൾ എന്താണ്? ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ. ഇത് എപ്പോഴും എക്സാമിന് വരാവുന്നതാണ്. 6th ഷെഡ്യൂളിന് ട്രൈബൽ അഡ്വൈസറി കമ്മിറ്റി ആണെന്ന് വെച്ചാൽ അല്ല, പകരം 6th ഷെഡ്യൂളിന് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ. ഇപ്പോൾ ലഡാക്ക് ആവശ്യപ്പെടുന്നത് എന്താണ്? 6th ഷെഡ്യൂൾ അവിടെ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് കൊണ്ടുവരുന്നതാണ് ലഡാക്ക് ആവശ്യപ്പെടുന്നത്. പിന്നെ ലഡാക്ക് എന്തുകൊണ്ടാണ് 6th ഷെഡ്യൂൾ എന്ന് ആവശ്യപ്പെടുന്നത്? 6th ഷെഡ്യൂൾ സ്റ്റേറ്റ്സിന് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസിന് എന്തൊക്കെ അധികാരമുണ്ട്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസിനുണ്ട്, വിച്ച് കംസ് അണ്ടർ ദ 6th ഷെഡ്യൂൾ. ഓക്കെ, പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് അത് എവിടെയാണ് അപ്ലിക്കബിൾ? 5th ഷെഡ്യൂളിലാണ് അപ്ലിക്കബിൾ. 6th ഷെഡ്യൂളിൽ എന്താണ്? ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസും അവരുടെ പവറുണ്ട്. ഇനി 7th ഷെഡ്യൂൾ. നമുക്കറിയാം ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. വി ഹാവ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഗവൺമെന്റ്. ഈ ഓരോ ലെവൽ ഓഫ് ഗവൺമെന്റിനും എന്താണ് അധികാരം? ഏതൊക്കെ വിഷയത്തിന്റെ മേലെ അവർക്ക് എക്സ്ക്ലൂസീവായി നിയമങ്ങൾ ഉണ്ടാക്കാം, നിയമം നടപ്പിലാക്കാം. ഏതൊക്കെ വിഷയത്തിന്റെ മേലെ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും രണ്ടുപേർക്കും തുല്യമായ നിയമങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ പറയുന്നതാണ് എന്ത്? നമ്മുടെ യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഈ 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1 എന്താണ്? യൂണിയൻ ലിസ്റ്റ്. ഒറിജിനലി അതിൽ 97 ആയിരുന്നു, ഇപ്പം 100 സബ്ജക്ട്സ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ്? നിലവിൽ 61 സബ്ജക്ട് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ 52 സബ്ജക്ട്. യൂണിയൻ ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് യൂണിയൻ ലിസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന് മാത്രം എക്സ്ക്ലൂസീവായി നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഡിഫൻസ്. ഇപ്പം ഡിഫൻസ് ഓരോ സ്റ്റേറ്റുകളും അവരുടേതായ ഡിഫൻസ് ലോ പാസ്സാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ, നാഷണലി ഒരു യൂണിഫോം പോളിസിയും ലോയും വരേണ്ട വിഷയങ്ങളാണ് അധികവും യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്. അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റുകൾക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി നിയമം ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റ്. പക്ഷേ അവിടെയും ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം എന്താണ്? രാജ്യസഭ കൂടി ചില വിഷയത്തിൻ്റെ മേൽ എന്താണ് പാർലമെൻറ്റ് നിയമം പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ മേൽ പാർലമെൻറ്റിന് നിയമം പാസ്സാക്കാം. അതേപോലെ തന്നെ 2 അതിൽ കൂടുതലോ സ്റ്റേറ്റുകൾ ഒന്നിച്ചു വന്ന് അവർക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് അവരുടെ വിഷയത്തിൽ അവരുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു സബ്ജക്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്, അതായത് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കാം. എമർജൻസി, സ്റ്റേറ്റ് എമർജൻസിയുടെ സമയത്തും സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാം. കാരണം സ്റ്റേറ്റ് അസംബ്ലി ചിലപ്പോൾ എന്തായിരിക്കും? ഡിസോൾഡ് ആയിരിക്കും, ചിലപ്പോൾ സസ്പെൻഡ് ആനിമേഷനിലായിരിക്കും. ഇനി കൺകറന്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും രണ്ടുപേർക്കും നിയമം ഉണ്ടാക്കാം. പക്ഷേ സെൻട്രൽ നിയമമാണ്. ഇപ്പം രണ്ടുപേരും നിയമം ഉണ്ടാക്കി, നിയമം കോൺട്രഡിക്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. സെൻട്രൽ ഗവൺമെൻറ് നിയമപ്രകാരം പുരുഷന്മാരുടെ പ്രായം 21 ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞ് പുരുഷന്മാരുടെ പ്രായം 16 ആക്കണം. അപ്പോൾ അത് കോൺട്രഡിക്റ്റ് ചെയ്തു. അങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ നിയമമായിരിക്കും എന്താ? വിജയിക്കുക. ഓക്കെ, ഇതാണ് 7th ഷെഡ്യൂൾ. സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ വിഷയത്തിൽ ആർക്കൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നതാണ് എന്ത്? 7th ഷെഡ്യൂൾ. ഈ 7th ഷെഡ്യൂളാണ് ഓരോ ലിസ്റ്റിൻ്റെ കീഴിലും എത്ര സബ്ജക്റ്റ് ഉണ്ട്, അവ ഏവയൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 7th ഷെഡ്യൂളിലാണ്. അടുത്ത 8th ഷെഡ്യൂൾ പോകാം. ഇന്ത്യയിൽ നമുക്ക് എന്തുണ്ട്? 22 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ് ഉണ്ട്. ഇന്ത്യയിൽ എന്തുണ്ട്? 22 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ് ഉണ്ട്. ക്ലാസിക്കൽ ലാംഗ്വേജസ് അല്ല, റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്. ഈ റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജുകൾ എന്താണ് പറയുന്നത്? ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്. അപ്പോൾ എത്രയുണ്ട്? 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ഇന്ത്യയിലുണ്ട്. ഈ ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ആയ ഒരു ലാംഗ്വേജ് ഉൾക്കൊള്ളിക്കപ്പെട്ടാൽ ഉള്ള ഗുണം നമ്മുടെ ഗവൺമെൻറ് എക്സാം. ഇപ്പം നമുക്കറിയാം കേരള PSCയിൽ എന്തായാലും മലയാളത്തിൽ ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം എഴുതുവാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. കാരണം എന്താണ്? മലയാളം ഈ 22 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജിൽ ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലാംഗ്വേജുകളെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ലാംഗ്വേജിൻ്റെ ലിംഗ്വിസ്റ്റിക് ഹെറിറ്റേജ് പ്രൊട്ടക്ട് ചെയ്യാനും ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്?
ഗവൺമെൻറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒറിജിനലി 14 ഷെഡ്യൂൾ ലാംഗ്വേജസ് ആയിരുന്നു, നിലവിൽ എത്രയുണ്ട്? 8 ഷെഡ്യൂൾ ലാംഗ്വേജസ്. സോറി, യെസ്. ഇനി 8 ഷെഡ്യൂൾ ലാംഗ്വേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കുക, ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി 9th ഷെഡ്യൂൾ, നമുക്കറിയാം ഒറിജിനലി എത്ര ഷെഡ്യൂൾ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? 8 ഷെഡ്യൂൾസ്. അപ്പോൾ 9th ഷെഡ്യൂൾ എങ്ങനെയാണ് വന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ റിപ്പബ്ലിക്കായി 1950 റിപ്പബ്ലിക്കായി, ഉടനെ 1951 തന്നെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ വന്നതാണ് എന്ത്? 9th ഷെഡ്യൂൾ. അതെന്തിനാണ്? നമുക്കറിയാം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി ആ സമയത്ത് ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എന്തായിരുന്നത്? ലാൻഡ്ലെസ് ലേബറേഴ്സ്. ബ്രിട്ടീഷ് റവന്യൂ പോളിസി കാരണം, ജമീൻദാരി, മഹൽവാരി അതുപോലെയുള്ള പോളിസീസ് കാരണം എന്ത് പറ്റിയിരുന്നു? ഇന്ത്യയിൽ ഒരുപാട് ലാൻഡ് ഏലിനേഷൻ സംഭവിച്ചു. ആർക്ക്? അത്രയും നാളും അവകാശം ഉണ്ടായിരുന്ന ലാൻഡിൽ നിന്ന് പലർക്കും ലാൻഡ് റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടു, ജമീൻദാറുകൾക്കായി റൈറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യ അറിയാം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു റൈറ്റ് ടു ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്. അന്നൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. അന്ന് എന്തായിരുന്നു? അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കൊണ്ടുവരുന്ന എല്ലാ ആക്ടുകളെയും കോടതി എന്ത് ചെയ്യാൻ തുടങ്ങി? അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആണെന്നും പറഞ്ഞ് ലാൻഡ് റിഫോംസിന് എന്ത് ചെയ്യാൻ തുടങ്ങി? കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലാൻഡ് റിഫോംസിനെ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റാതെ തന്നെ ലാൻഡ് റിഫോം കൊണ്ടുവരാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സംഭവമാണ് 9th ഷെഡ്യൂൾ. 9th ഷെഡ്യൂൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് കൊണ്ടുവന്നതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. 1951 ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി. അപ്പോൾ എന്ത് ചെയ്തു? ഒരു നിയമം ഉണ്ടാക്കി അതിന് 9th ഷെഡ്യൂളിൽ ഇട്ട് കഴിഞ്ഞാൽ കോടതികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു 9th ഷെഡ്യൂൾ. അതിനുവേണ്ടി ആർട്ടിക്കിൾ 31B ഇൻസേർട്ട് ചെയ്തു ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ. ഓക്കെ, ഇന്ന് നിലവിൽ 9th ഷെഡ്യൂളിൽ ഏകദേശം 279 ആക്ട്സ് നിലനിൽക്കുന്നു. എന്നാൽ 2007 കോടതി പറഞ്ഞെന്താണ്? നിങ്ങൾ 9th ഷെഡ്യൂളിൽ ഇട്ടോ, എവിടെ വേണമെങ്കിലും ഇട്ടോ, കോടതിക്ക് എന്തുണ്ട്? ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവർ ഉണ്ട്. പക്ഷേ കോടതി ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. നമുക്കറിയാം കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു വലിയ ജഡ്ജ്മെൻറ്റ് വന്നു. നമ്മളുടെ കാസർഗോഡുള്ള ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ഈ കേശവാനന്ദ ഭാരതി കേസിലാണെന്ത്? ഇന്ത്യയിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ സുപ്രീം കോടതി കൊണ്ടുവരുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു ആ ജഡ്ജ്മെൻറ്റ് നിലവിൽ വന്ന അന്ന് അതിന് ശേഷം തൊട്ട് ഏതൊക്കെ ആക്ട് 9th ഷെഡ്യൂളിലിട്ടോ അതെല്ലാം എന്ത് ചെയ്യാം? കോടതിക്ക് റിവ്യൂ ചെയ്യാൻ അധികാരമുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടോ? ഉണ്ട്. അത് ഏത് ഡേറ്റിന് മുമ്പുള്ളത്? ഇല്ല, April 24, 1973. ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്, അതേ ദിവസമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ജനിച്ചത്. അപ്പം ക്രിക്കറ്റേഴ്സിന് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫാൻസിന് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി 10th ഷെഡ്യൂൾ. 8th ശേഷമുള്ള എല്ലാ ഷെഡ്യൂളും പിന്നീട് വന്നാൽ നമുക്കറിയാം. കാരണം ഒറിജിനൽ എന്താണ്? 8 ഷെഡ്യൂളേ ഉള്ളൂ. അപ്പോൾ 10th ഷെഡ്യൂളാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. നമ്മൾ കേട്ടിട്ടുണ്ടാവും കൂറുമാറ്റ നിയമം. ഇപ്പം പൊതുവെ വാർത്തയിൽ വരുന്നതാണ് കൂറുമാറ്റം. ഈ 1980s ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ആയാറാം ഗയാറാം എന്ന് പറയും. ഒരാൾ തന്നെ ഒരു ദിവസം 3 തവണ പാർട്ടി മാറിയപ്പം വന്നൊരു പ്രയോഗമാണത്. ഓക്കെ, റീസെൻ്റ്ലി ആണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ എന്താണ് ഓപ്പറേഷൻ ലോട്ടസ്. ഓക്കെ, സർക്കാരുകൾ മറിച്ചിടുന്നു, ഇവിടെയുള്ള മന്ത്രിമാർ രാജിവെച്ച് അപ്പുറത്ത് പോയി അപ്പുറത്ത് മന്ത്രിമാരാകുന്നു. അതിനെന്താണ്? ആൻറ്റി ഡിഫെക്ഷനിൽ തീരുമാനം എടുക്കേണ്ട സ്പീക്കർ തീരുമാനം എടുക്കാതിരിക്കുമ്പോൾ കോടതികൾ ഇടപെടുന്നു. സോ കറണ്ട് അഫയർസുമായി ഒരുപാട് ബന്ധമുള്ള ഒരു ടോപ്പിക്കാണ് 10th ഷെഡ്യൂളും ആൻറ്റി ഡിഫെക്ഷൻ ലോയും. ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്ന എപ്പോഴാണ്? 1985 ത്രൂ യുവർ 52nd അമെൻമെൻറ്റ്. ഓക്കെ, ഡിസ്ക്വാളിഫൈസ് എന്താണ്? ലെജിസ്ലേറ്റർ, MP മാരായിക്കോട്ടെ MLA മാരായിക്കോട്ടെ, അവർ ഡിഫെക്റ്റ് ചെയ്താൽ, അവർ കൂറുമാറിയാൽ അവരെന്ത് ചെയ്യും? ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇപ്പോൾ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നൊരു വ്യക്തി ആ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുകയോ ആ പാർട്ടി പറഞ്ഞിട്ട് വോട്ട് ചെയ്യാതിരിക്കുകയോ അഥവാ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്താൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജയിച്ച ഒരാൾ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അടുത്തത് നോമിനേറ്റ് ചെയ്തൊരു മെമ്പർ. നമുക്കറിയാം രാജ്യസഭയിൽ എന്തുണ്ട്? 12 സീറ്റ് നോമിനേറ്റ് ചെയ്യുക. ഈ നോമിനേറ്റ് ചെയ്ത മെമ്പേഴ്സിന് 6 മാസം സമയമുണ്ട്. ഈ 6 മാസത്തിനുള്ളിൽ അവർ ജോയിൻ ചെയ്താൽ കുഴപ്പമില്ല. മോർ ദാൻ 6 months ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് ഡിഫെക്ഷനായി കണക്കാക്കും. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മൾ ആർട്ടിക്കിൾ 102ഉം 191, 102 ക്ലോസ് 2 ആൻഡ് 191 ക്ലോസ് 2 ഇവ രണ്ടും ഓർത്തിരിക്കണം. ഓക്കെ, ഇനി 52nd അമെൻമെൻറ്റിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നെങ്കിലും 91st അമെൻമെൻറ്റ് 2003 ഒരു പുതിയൊരു റെസ്ട്രിക്ഷൻ കൂടെ കൊണ്ടുവന്നു. അതായത് മൊത്തം മന്ത്രിസഭയുടെ 15% പേർക്ക് മാത്രമേ ആരാവാൻ പറ്റുള്ളൂ? മിനിസ്റ്റേഴ്സ് ആവാൻ പറ്റുള്ളൂ. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ പോസ്റ്റ് അവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും ഇപ്പോൾ ഒരു കൂട്ടുമന്ത്രിസഭയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ കേരളത്തിൻ്റെ കേസെടുത്താൽ 140 ഉണ്ട്. അപ്പോൾ 71 വേണം. ഒരു പാർട്ടിക്ക് 71 കിട്ടി, അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് 71 കിട്ടി. എല്ലാവർക്കും മന്ത്രിയാവണം. അതിൽ ഈ 71 പേരിൽ ഒരു 50 പേരെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ സ്റ്റേറ്റിൻ്റെ അവസ്ഥ. ഇവരുടെ എല്ലാം ചിലവ് എത്രയാണ്? അപ്പോൾ അതുകൊണ്ടാണ് എന്ത് 91st അമെൻമെൻറ്റിൽ കൊണ്ടുവന്നത് മൊത്തം മെമ്പേഴ്സിൻ്റെ, ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ, അവർ ഏത് ഹൗസിലാണോ, നിയമസഭയാണോ, പാർലമെൻറ്റായോ അതിൻ്റെ 15% മാത്രമേ മിനിസ്റ്റേഴ്സ് ആകാൻ പറ്റുള്ളൂ. അടുത്ത 11th and 12th ഷെഡ്യൂൾ. ഇവ ഞാൻ ഒന്നിച്ച് പറയാനുള്ള കാരണം രണ്ടും വളരെ റിലേറ്റഡ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ഫണ്ടമെൻ്റൽ റൈറ്റും DPSPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീസിയബിൾ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇനി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ പെടുന്ന എന്തും നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോവാം. DPSP ജസ്റ്റീഷ്യബിൾ ആണോ? അല്ല. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 44 യുവർ യൂണിഫോം സിവിൽ കോഡ്, അത് DPSP ആണ്. ആർക്കെങ്കിലും കോടതി പോയി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിന് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തി. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അധികവും പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ഓക്കെ, പക്ഷേ അതേസമയം അന്നത്തെ നമ്മുടെ ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻ കാരണം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതൊക്കെ ഭാവിയിൽ ഗവൺമെൻറ്റിന് ഫിനാൻഷ്യലും സോഷ്യലും കണ്ടീഷൻ സൂട്ടബിൾ ആകുമ്പോൾ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണെന്ത് അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി DPSPയിൽ ഉൾക്കൊള്ളിച്ചത്. അതിലൊന്നായിരുന്നു എന്ത്? വില്ലേജ് പഞ്ചായത്ത്.
ആർട്ടിക്കിൾ 40 DPSP ഉണ്ടായിരുന്ന വില്ലേജ് പഞ്ചായത്ത്. പിന്നീട് എന്താണ് 1992 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ 11th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടു. 11th ഷെഡ്യൂൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് വന്നത്? 73rd. ഈ 11th ഷെഡ്യൂൾ എന്താണ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. പഞ്ചായത്തി രാജ് 3 ലെവലാണ്. എന്ത്? പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് യുവർ ജില്ലാ പഞ്ചായത്ത്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പഞ്ചായത്തി രാജിന് കൊടുത്തതും 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്നതും എന്താണ്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് 1992. ഇതനുസരിച്ച് പഞ്ചായത്തുകൾക്ക് 29 സബ്ജക്റ്റുകളുടെ മേൽ അധികാരം കിട്ടി. നമ്മൾ നേരത്തെ 7th ഷെഡ്യൂളിൽ എന്ത് പഠിച്ചു? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പിന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒന്നിച്ച് ഏതൊക്കെ വിഷയത്തിന്റെ മേൽ അധികാരം ഉണ്ടെന്ന് ആ 3 ലിസ്റ്റിൽ പറയുന്നു. ഇവിടെ 11th ഷെഡ്യൂളിൽ 29 സബ്ജക്ട് പറയുന്നുണ്ട്. ഈ 29 സബ്ജക്റ്റുകളുടെ മേൽ ആർക്ക് അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്? പഞ്ചായത്തി രാജിന്, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന് അധികാരങ്ങളുണ്ട്. അതേപോലെ അതിനോടൊപ്പം ഒന്നിച്ചു വന്ന മറ്റൊരു അമെൻമെന്റ് ആണ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഈ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അർബൻ ലോക്കൽ ബോഡീസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം നഗരപാലികാസ്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ, അപ്പം 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ എന്ത് വന്നു? 12th ഷെഡ്യൂൾ. അപ്പം 11th ഷെഡ്യൂൾ എന്തിലൂടെ വന്നു? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. 12th 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഓക്കെ, പഞ്ചായത്തുകൾക്ക് 29 സബ്ജക്റ്റുകൾ 11th ഷെഡ്യൂളിൽ പറയുന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് എത്രയാണ് ഫംഗ്ഷണൽ സബ്ജക്ട്സ് അല്ലെങ്കിൽ ഐറ്റം? 18. മുനിസിപ്പാലിറ്റിക്ക് 18. ഓക്കെ, ഇനി ചില ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ്സ് ഉണ്ട്. അത് നമ്മുടെ ഷെഡ്യൂളുകളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 9th ഷെഡ്യൂൾ വന്നു. 42nd എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. എന്താണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ ആഡ് ചെയ്തിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ പ്രിയാമ്പിൾ സേസ് എന്താണ്? ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഈ 2 വാക്കുകളും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ ആഡ് ചെയ്തതാണ്. അതേപോലെ ഇന്റഗ്രിറ്റി എന്ന വാക്കും പ്രിയാമ്പിളിൽ ആഡ് ചെയ്തപ്പോഴാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്. അതേപോലെ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്. അതേപോലെ ലാൻഡ്, നമ്മൾ നേരത്തെ 9th ഷെഡ്യൂളിൽ പറഞ്ഞു എന്താണ്? ലാൻഡ് റൈറ്റ് വാസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതുകൊണ്ടാണ് എന്ത് 9th ഷെഡ്യൂൾ ആക്കേണ്ടി വന്നത്. പിന്നീട് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ എന്താണ്? ലാൻഡ് റൈറ്റിനെ എന്താക്കി? ഫണ്ടമെന്റൽ റൈറ്റ് മാറ്റി ഒരു ലീഗൽ റൈറ്റ് ആക്കി. എന്താക്കി? ലാൻഡ് റൈറ്റിനെ ഒരു ലീഗൽ റൈറ്റ് ആക്കി. അപ്പോൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ നമുക്ക് പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ല. ഓക്കെ, ഇനി മറ്റൊന്നാണ് 91st ആന്റി ഡിഫെക്ഷൻ. റിമെമ്പർ 15% മാത്രമേ പറ്റുള്ളൂ. മിനിസ്റ്റീരിയൽ പൊസിഷൻസിന് ഒരു ക്യാപ്പ് കൊണ്ടുവന്നു. 92nd നമുക്കറിയാം എന്താണ്? 8th ഷെഡ്യൂളിൽ എന്താണ്? 22 റെക്കഗ്നൈസ്ഡ് ഷെഡ്യൂൾ ലാംഗ്വേജുകളെ കുറിച്ച് പറയുന്നു. അതിൽ എന്താണ്? ലാസ്റ്റായി 4 ലാംഗ്വേജിന് ആഡ് ചെയ്തപ്പോഴാണ് 2003ൽ എന്താണ്? 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെയാണ്. ഓക്കെ, ഏതൊക്കെയാണ് ആഡ് ചെയ്തത്? ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി. ഇത് റെഗുലർ ആയിട്ട് പല എക്സാംസിനും ചോദിക്കുന്നതാണ്. ഇനി ഇതെല്ലാം പഠിച്ചു വെക്കാൻ ഇപ്പോൾ 12 ഷെഡ്യൂൾ ഉണ്ട്. ഈ 12 ഷെഡ്യൂളും ഓർത്തിരിക്കാൻ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തിനെക്കുറിച്ചാണ്, സെക്കൻഡ് ഷെഡ്യൂൾ എന്തിനെക്കുറിച്ചാണ്, തേർഡ് ഷെഡ്യൂൾ എന്തിനെക്കുറിച്ചാണ്, ഇത് ഓർത്തിരിക്കാൻ പലപ്പോഴും നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ അത് പഠിച്ച് വെക്കാനുള്ള ഒരു ഈസി മാർഗ്ഗമാണ് എന്ത് ഫ്രേസ് ഓർത്ത് വെക്കുക? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. വേണമെങ്കിൽ നിങ്ങളിങ്ങനെ ഓർക്കാം. മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രി റീസെൻ്റ്ലി മരിച്ചുപോയി. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ. ഓക്കെ, അൺലൈക്ക് ദ കറണ്ട് മീഡിയ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ. അദ്ദേഹം വളരെ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം മനസ്സിലോർക്കുക. മൻമോഹൻ സിംഗ് സങ്കടത്തോടെ ഇരിക്കുന്നു. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അദ്ദേഹം വളരെ പ്രായമായിരുന്നു, പ്രൈം മിനിസ്റ്റർ ആയിരിക്കെ തന്നെ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതിൽ ഫസ്റ്റ് ടിയേഴ്സിൻ്റെ T, അതായത് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തിനെക്കുറിച്ച് പറയുന്നു? ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറികളും എന്തൊക്കെയാണ്, അവയുടെ ബൗണ്ടറി എന്താണ്, അത് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നു. സെക്കൻഡ് എന്താണ്? എമോലിമെന്റ്സ്. നമ്മുടെ പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസ്, CAG അവരുടെയൊക്കെ എമോലിമെന്റ്സ് എന്ന് പറയുന്ന സാലറി ആൻഡ് എമോലിമെന്റ്സ്, അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എന്താണെന്ന് സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നു. ടിയേഴ്സിന്റെ എ എന്താണ്? അഫർമേഷൻ. ഞാൻ പറഞ്ഞു ഓത്തും അഫർമേഷനും. ദൈവനാമത്തിൽ ചെയ്താൽ അത് ഓത്ത്, അല്ലെങ്കിൽ അത് അഫർമേഷൻ. ഓക്കെ, അടുത്ത എന്താണ്? ടിയേഴ്സിന്റെ ആർ എന്താണ്? രാജ്യസഭാ സീറ്റ് അലോക്കേഷൻ. ഫോർത്ത് ഷെഡ്യൂൾ എന്താണ്? രാജ്യസഭാ സീറ്റ് അലോക്കേഷൻ. നമുക്കറിയാം ഇന്ത്യയിൽ എന്തുണ്ട്? സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെറിട്ടറിയുടെയും ഓരോ സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെറിട്ടറിയുടെയും രാജ്യസഭ സീറ്റ് അലോക്കേഷൻ എന്താണെന്ന് ഫോർത്ത് ഷെഡ്യൂളിൽ പറയുന്നു. ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്താണ്? യുവർ ഷെഡ്യൂൾഡ് ഏരിയാസ്. നോൺ നോർത്ത് ഈസ്റ്റ് ഷെഡ്യൂൾ ഏരിയ. സിക്സ്ത് ആണെങ്കിലോ അതർ ട്രൈബൽ ഏരിയാസ് ഇൻ അസാം, ത്രിപുര, മേഘാലയ, മിസോറാം. സെവൻത്ത് ഷെഡ്യൂൾ എന്താണ്? ഫെഡറൽ ലിസ്റ്റ്. 7 ഫെഡറൽ ലിസ്റ്റ്. നമുക്കറിയാം യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അതാണ് എന്ത്? നമ്മളുടെ 7th. ഇത് 5th, ഇത് 5th, ഇത് 6th. നമ്മളുടെ 7th എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അടുത്തത് 8th എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജസ്. നമുക്ക് ഇന്ത്യയിൽ എന്തുണ്ട്? 22 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്. അപ്പോൾ ഇവിടെ ടിയേഴ്സ് ഓഫ് ഓൾഡ് പിയത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ് എത്രയുണ്ടെന്ന് അറിയാം. ഇനി ഓൾഡ് പിയത്തിൻ്റെ എൽ സ്റ്റാൻഡ്സ് ഫോർ ലാൻഡ് റിഫോം. നമുക്കറിയാം 9th ഷെഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ എന്തിനാണ്? ലാൻഡ് റിഫോം കൊണ്ടുവരാൻ വേണ്ടി. ഓക്കെ, 9. നെക്സ്റ്റ് 10 ഡിഫെക്ഷൻ, ആൻറ്റി ഡിഫെക്ഷൻ. ഓക്കെ, അതായത് കൂറുമാറിയ പണി പോകും. ദെൻ എന്താണ്? 11th ആൻഡ് 12th. 11 എന്തിനാണ്?
പഞ്ചായത്തി രാജ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ പഞ്ചായത്തി രാജ് ആക്ട് കൊണ്ടുവന്നു. പഞ്ചായത്തുകൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊണ്ടുവന്നു. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ മുനിസിപ്പാലിറ്റീസ് കൊണ്ടുവന്നു. മുനിസിപ്പാലിറ്റീസ് അതായത് നഗരപാലികാസ്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ അവർക്ക് എന്ത് കൊടുത്തു? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. പഞ്ചായത്തുകൾക്ക് 29ഉം മുനിസിപ്പാലിറ്റീസിന് 18 സബ്ജക്റ്റിൻ്റെ മേലും ഫംഗ്ഷണൽ ഐറ്റമായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ഇത്രയും ഈ ക്ലാസ് കണ്ടതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ UPSC ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് പ്രൊവിഷൻ റിഗാർഡിംഗ് ആൻറ്റി ഡിഫെക്ഷൻ? ആൻറ്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഏത് ഷെഡ്യൂളിലാണ് പറയുന്നത്? 2nd ആണോ, 5th ആണോ, 8th ആണോ, 10th ആണോ? സെക്കൻഡ് ഷെഡ്യൂൾ. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമുക്ക് എന്താണ്? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM നോക്കുക. സെക്കൻഡ് ഷെഡ്യൂൾ എന്താണ്? എമോലിമെന്റ്, സാലറി ആൻഡ് എമോലിമെന്റ്, അതാണോ? അല്ല. ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്താണ്? ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം അല്ലാത്ത സ്റ്റേറ്റിലെ ഷെഡ്യൂൾഡ് ഏരിയാസ്. 8th ഷെഡ്യൂൾ. 8th എന്താണ്? 8th ഷെഡ്യൂൾ എന്താണ്? റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്. എന്താണ്? റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്. 1 2 3 4 5 6 7 8 8. ഓക്കെ. O എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ്. അപ്പോൾ അതുമല്ല. അപ്പോൾ എന്തായിരിക്കും? 10th. ഓക്കെ. 9 ലാൻഡ് റിഫോം. 10 എന്താണ്? ഡിഫെക്ഷൻ. അപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ എന്തിൽ നിന്ന് വരുന്നു? 10th ഷെഡ്യൂൾ. നിങ്ങൾ പഠിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്താണ് ചെയ്തു വെച്ച ആ ടിയേഴ്സ് ഓഫ് ഓൾഡ് പിയത്തിൽ നിന്നോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. ഓക്കെ. UPSC സിവിൽ സർവീസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്തത് UPSCയുടെ തന്നെ 2015 വന്നൊരു ക്വസ്റ്റ്യൻ. ദ പ്രൊവിഷൻ ഇൻ ദ 5th and 6th ഷെഡ്യൂൾ. 5th ജസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? ഷെഡ്യൂൾഡ് ഏരിയാസ്. 6th നമ്മുടെ ഇതിലെന്താണ്? 6th എന്താണ്? ഷെഡ്യൂൾഡ് ഏരിയാസ്. ഇത് അതർ ട്രൈബൽ ഏരിയാസ്. നമ്മുടെ ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം ഇതിന് രണ്ടിനെ. അപ്പോൾ 5th ഉം 6th ഉം എന്താണ്? ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് അതർ ട്രൈബൽ ഏരിയാസ്. നമ്മൾ ടിയേഴ്സ് ഓഫ് ഓൾഡ് പിയത്തിൽ നിന്ന് പഠിച്ചു. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നേരത്തെ പഠിച്ചതാണ്. നമുക്ക് റിവിഷന് എളുപ്പമായി. ദ പ്രൊവിഷൻസ് ഇൻ ദ 5th ഷെഡ്യൂൾ ആൻഡ് ദ 6th ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ മെയ്ഡ് ഇൻ ഓർഡർ ടു. എന്തിനാണ് 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈസ് ഇറ്റ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെഡ്യൂൾ ട്രൈബ്. ഷെഡ്യൂൾ ട്രൈബുകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണോ? അതെയോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബൗണ്ടറി ഡിസൈഡ് ചെയ്യാനാണോ? അതെയോ പഞ്ചായത്തുകൾ ടു ഡിറ്റർമൈൻ ദ പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത് ആണോ? ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദ ബോർഡർ സ്റ്റേറ്റ്സ് ആണോ? നമുക്ക് ഈസി ആയിട്ട് അറിയാം എന്താണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ്. അത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ ബി ഡിറ്റർമൈൻ ദ ബൗണ്ടറി ഓഫ് ദ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്നത് എന്തിനാ? 5th ഷെഡ്യൂളിലാണോ? ഇല്ല, 1st ഷെഡ്യൂളിലാണ്. പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? 11th ഷെഡ്യൂളിലാണ്. ഓക്കെ. നമുക്കപ്പം ഈസി ആയിട്ട് 5th and 6th ഷെഡ്യൂൾ റിലേറ്റഡ് ടു ട്രൈബൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബൽ ഏരിയാസ് എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ മറ്റ് 2 ഓപ്ഷനും നമുക്ക് ഓൾറെഡി പഠിച്ചതിൽ നിന്ന് നമുക്ക് അത് എന്തിനാണെന്ന് മനസ്സിലാവും. ഇനി അടുത്തത് PSCയുടെ ഒരു ചോദ്യമാണ്. ഹൗ മെനി ഐറ്റംസ് ആർ ദെയർ ഇൻ ദ 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്കറിയാം 11th and 12th ഷെഡ്യൂൾ എന്താണ്? 11th and 12th ഷെഡ്യൂൾ റിലേറ്റഡ് ടു പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ 11th എന്താണ്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ വരുന്നു. പഞ്ചായത്തുകളെ കുറിച്ചാണ്. എത്ര ഐറ്റംസ് ഉണ്ട്? 29. 12th 74th മുനിസിപ്പാലിറ്റി എത്ര ഐറ്റം ഉണ്ട്? 18. ഇവിടെ എന്താണ്? 11th ഷെഡ്യൂൾ എത്ര ഐറ്റംസ് എത്രയാണ്? 11th 29. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അടുത്ത 9th ഷെഡ്യൂൾ. 9th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നാണ് 9th ഷെഡ്യൂൾ. 1951 അത് വന്നു. എന്തായിരുന്നു? ബേസിക് എയിം ലാൻഡ് റിഫോം കൊണ്ടുവരിക. ലാൻഡ് റിഫോം കൊണ്ടുവരുമ്പം ചില ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്യാനാണ് എന്ത് കൊണ്ടുവന്നത്? 9th ഷെഡ്യൂൾ ത്രൂ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ തന്നെ ജവഹർലാൽ നെഹ്റു. UPSCയുടെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, വിത്ത് ദിസ് വി കം ടു ദ എൻഡ് ഓഫ് ദ ക്ലാസ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ മനസ്സിലാവും. അതിന് മുമ്പേയുള്ള ക്ലാസ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടും. അപ്പം എന്താണ്? ഇനി മുതൽ എക്സാമിൽ ഷെഡ്യൂൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അതിനുള്ള എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.